നമസ്കാരം, ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ US-ൽ നടന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ദൈവു, എന്തൊക്കെയുണ്ട് US-ലെ വിശേഷങ്ങൾ? നവീൻ, പ്രധാനമായും ട്രംപിൻ്റെ സന്ദർശനമാണ്. ട്രംപ് സ്കോട്ട്ലൻഡിലേക്ക് പോയിരിക്കുകയാണ്. 4 ദിവസത്തെ സന്ദർശനമാണ്. US-UK സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളാണ് നടക്കുക അവിടെ. അപ്പോൾ ട്രംപിൻ്റെ സന്ദർശനം ഇപ്പം ആദ്യം ട്രംപ് പോകുന്നത് തിങ്കളാഴ്ചയാണ് കെയർ സ്റ്റാർമറുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അതായത് UK പ്രധാനമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. അപ്പം ട്രംപിൻ്റെ റിസോർട്ടുണ്ട്, ടേൺബറി റിസോർട്ട്. അവിടെ ട്രംപ് ഗോൾഫ് കളിക്കാൻ പോകുന്നുണ്ട്. അവിടെ അത് സന്ദർശിക്കുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഗോൾഫ് കളിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ട്രംപിൻ്റെ പ്രധാനമായിട്ടും US-UK സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്ന ചർച്ചകളാണ് നടക്കുക. ഇതിനിടയിൽ ആദ്യം പോകുന്നത് ടേൺബറി റിസോർട്ടിലേക്കായിരിക്കും. അവിടെ ഗോൾഫ് കളിക്കും. പിന്നെ തിങ്കളാഴ്ച കെയർ സ്റ്റാർമറുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കും. ഇങ്ങനെയൊക്കെയാണ് ട്രംപിൻ്റെ സ്കോട്ട്ലൻഡ് സന്ദർശനം നടക്കുന്നത്. അതോടൊപ്പം ട്രംപ് സെപ്റ്റംബറിലും സ്കോട്ട്ലൻഡ് സന്ദർശിക്കുന്നുണ്ട്. അന്നാണ് നമ്മുടെ ചാൾസ് രാജകുമാരനായിട്ട് ട്രംപും ഭാര്യയും കൂടെ സന്ദർശിക്കുക. അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് US-ലെ. അത് 4 ദിവസത്തെ സന്ദർശനമാണ്. തിങ്കളാഴ്ചയാണ് UK പ്രധാനമന്ത്രിയായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നത്. പിന്നെ എന്താണ് അടുത്ത വാർത്ത നമുക്ക് കടക്കാൻ പോകുന്നത്? മറ്റൊന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നടന്നത് AI ആക്ഷൻ പ്ലാൻ പുറത്തിറക്കി എന്നുള്ളതാണ് വൈറ്റ് ഹൗസിൽ നിന്ന്. അതായത് AI കയറ്റുമതി, ഡാറ്റാ സെൻറ്റർ പെർമിറ്റിംഗ്, സർക്കാർ ഉപയോഗിക്കുന്ന AI എന്നിവയിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളെ ചൈനയ്ക്കുള്ളൊരു അടി കൂടിയാണ് ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടെക് ലോകത്ത് ഈ ഒരു കാര്യം നല്ല രീതിയിലൊരു ചർച്ചയായിട്ടുണ്ട്, ഈ AI ഇന്നോവേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതൊന്ന്. പുതിയ പ്ലാൻ അനുസരിച്ച് നിയമപരമായ തടസ്സങ്ങൾ നീക്കും, കമ്പ്യൂട്ടിംഗ് ശേഷി വർദ്ധിപ്പിക്കും, അതുപോലെ ചൈനയുടെ സ്വാധീനം അമേരിക്കയിൽ കുറക്കും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ഉദ്ദേശിക്കുന്നുണ്ടാവുക ചൈനയുടെ സ്വാധീനം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും വലിയ വാർത്തകളാവുന്നതെന്ന് ചോദിച്ചാൽ, ഇത് AI രംഗത്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ടും, ഇപ്പോൾ AIൻ്റെ മറ്റു കാര്യങ്ങളിലായും അടിസ്ഥാന സൗകര്യങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് സാധിക്കും. പക്ഷേ ഇതിനെതിരെ അമേരിക്കയിൽ തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. സാങ്കേതികവിദ്യയിൽ അമേരിക്കയുടെ ആധിപത്യം സ്ഥാപിക്കുക, അത് തന്നെയാണ് ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ പ്രസിഡന്റ് പുതിയ ബില്ലുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒരു 3 ബില്ലുകളിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഒന്ന് HR 4 ആണ്. അത് ചിലവഴിക്കാത്ത പണം തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ നിയമത്തിൽ കൊണ്ടുവരുന്നത്. 2025 റെസിഡൻഷ്യൽ ആക്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ അന്താരാഷ്ട്ര സംഘടനകൾ, ആഗോള സംഘടനകൾ എന്നൊക്കെ ക്യാഷ് കൊടുക്കുന്നത്. അപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ എയ്ഡ്സ്, അതുപോലെ തന്നെ മലേറിയ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഫണ്ട് ചിലവഴിക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ബില്ല്. പിന്നെ ഒന്നുമില്ല, HR 517 എന്നുള്ളത് ആ ദുരന്തങ്ങൾക്ക് ശേഷമുള്ള നികുതി ഇളവാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് S1596 ആണ്. ടെക്സാസിലെ വന്യജീവി സങ്കേതത്തിൻ്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടാണിത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്തയാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിയമം പാസ്സാക്കുകയാണെങ്കിൽ $8.6 ബില്യൺ ലാഭിക്കാമെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുകയും വന്യജീവി സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ നേടാൻ പറ്റും എന്നാണ് വൈറ്റ് ഹൗസ് ഇതുകൊണ്ട് പറയുന്നത്. മറ്റെന്ത് വാർത്തയാണ്? ബില്ലിൽ ഒപ്പുവെച്ച കാര്യം പറഞ്ഞപ്പോഴാണ്, ട്രംപ് ജനുവരിയിൽ ഭരണത്തിലേറിയ ശേഷം ജനുവരി 20-ന് ആദ്യം തന്നെ ആ ദിവസം തന്നെ ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഒപ്പുവെച്ചായിരുന്നു. അത് ജന്മാവകാശ പൗരത്വത്തിലെ ചില വ്യവസ്ഥകൾ റദ്ദാക്കാനുള്ള പ്ലാനായിരുന്നു അത് ട്രംപിൻ്റേത്. അപ്പോൾ അതിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അതായത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിൻ്റെ അതിലെ വ്യവസ്ഥകൾ കുറച്ച് കളയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനൊരു ട്രംപിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. US-ലെ ഒരു കോടതി അത് തടഞ്ഞിരിക്കുകയാണ്. ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കുന്നത് തടഞ്ഞിരിക്കുകയാണ്. അത് തടഞ്ഞിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ 9th US സർക്യൂട്ട് ഓഫ് കോർട്ട് അപ്പീൽസ് ആണ്. അപ്പോൾ അവിടെ വന്നൊരു പരാതി അല്ലെങ്കിൽ ഒരു അപ്പീലിനെ തുടർന്നാണ് നടപടി. അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ്, അതായത് ജന്മാവകാശ പൗരത്വത്തിലെ ചില വ്യവസ്ഥകൾ ഒഴിവാക്കാനുള്ള ഈ നടപടി അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമെൻമെൻറ്റ് 14-ന് എതിരാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പശ്ചാത്തലം പിന്നെ സുപ്രീം കോടതി ഇതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഫെഡറൽ ജഡ്ജിമാർ ഒരുപാട് പേര് ഇതിനെതിരെ സമീപിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ ഈ നീക്കത്തിനെതിരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ട്രംപ് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി പറഞ്ഞു ഫെഡറൽ ജഡ്ജിമാർക്ക് പ്രസിഡന്റിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഇടപെടാൻ പറ്റത്തില്ലെന്ന് സുപ്രീം കോടതി ഒരു വിധി വന്നു. അതിനെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിൻ്റെ നിയമസാധ്യത സുപ്രീം കോടതി വിലയിരുത്തിയിട്ടില്ല, നിരീക്ഷിച്ചിട്ടില്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഫെഡറൽ ജഡ്ജിമാർ ഇതിൽ ഇടപെടരുതെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. അങ്ങനെ ട്രംപ് ഇതുമായിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. ഇതിനെതിരെയാണ് ഈ അപ്പീൽ കോടതിയിൽ
ഒരു ഹർജി വരുന്നത്. അങ്ങനെ ഈ അപ്പീൽ കോടതി ഇത് പരിഗണിക്കുന്നു. ഇതിന് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഇത് പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് എന്തായിരുന്നു ആദ്യം നോക്കേണ്ടതുണ്ട്. അതായത് ട്രംപ് പ്രധാനമായിട്ടും 2 കാര്യങ്ങളായിരുന്നു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിൽ ലക്ഷ്യം വെച്ചിരുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് US അനധികൃതമായി താമസിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ജനിക്കുകയും കുട്ടിയുടെ പിതാവ് US പൗരനോ സ്ഥിര താമസക്കാരനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പൗരത്വം ലഭിക്കില്ല. അതായത് സ്ത്രീക്ക് പൗരത്വമുണ്ട്, പക്ഷേ ഭർത്താവിന് പൗരത്വം ഇല്ലെങ്കിൽ അങ്ങനെയല്ല, ഈ സ്ത്രീ അനധികൃതമായി താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു കുട്ടി ജനിക്കുന്നു, കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നത് US പൗരനോ സ്ഥിര താമസക്കാരനോ അല്ലെങ്കിൽ അവർക്ക് ആ കുട്ടിക്ക് പൗരത്വം കിട്ടത്തില്ല. ഇപ്പോൾ നിലവിൽ US അമെൻമെൻറ്റ് 14 പ്രകാരം US ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് പൗരത്വം കിട്ടും. ആ പൗരത്വം വെച്ചിട്ട് ഈ രക്ഷിതാക്കൾക്ക് അവിടെ പൗരത്വം എടുക്കാൻ വേണ്ടി പറ്റും. അതെ. ഇപ്പം നമ്മുടെ ഇവിടെ കുടിയേറ്റ്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ പൗരന്മാർ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം അവരുടെ ഒരു ടാർഗറ്റ് അതാണ്. അതിപ്പം ഒരു കുഞ്ഞുണ്ടാകുന്നു, ആ കുഞ്ഞിന് പൗരത്വം കിട്ടുന്നു, അങ്ങനെ അവർക്കൊരു പോയിന്റ് കൂടുവാണ് അവിടെ. അപ്പോൾ അങ്ങനെ അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ ഈ ട്രംപ് അത്തരത്തിലൊരു നിയമം ഒഴിവാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഇതിൻ്റെ ഒരു വ്യവസ്ഥ. രണ്ടാമത്തെ ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥി വിസയുണ്ട്, വർക്ക് വിസയുണ്ട്, ടൂറിസ്റ്റ് വിസയുണ്ട് തുടങ്ങിയ താൽക്കാലിക വിസകളിൽ US താമസിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ജനിക്കുകയും കുട്ടിയുടെ പിതാവ് US പൗരനോ സ്ഥിര താമസക്കാരനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പൗരത്വം ലഭിക്കില്ല. ഇങ്ങനെ പ്രധാന ലക്ഷ്യം ഇതായിരുന്നു ട്രംപിൻ്റെ. അപ്പോൾ ഈ 2 വ്യവസ്ഥകളായിരുന്നു ഇതിനകത്തും ട്രംപ് നീക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് 30 ദിവസത്തിനുള്ളിലൊക്കെ കൊണ്ടുവരാനായിരുന്നു പദ്ധതി, ഈ ഉത്തരവ് നടപ്പാക്കാനായിരുന്നു പദ്ധതി. പക്ഷേ അതിനെതിരെ ഫെഡറൽ ജഡ്ജിമാർ രംഗത്ത് വന്നു. ഫെഡറൽ ജഡ്ജിമാർ രംഗത്ത് വന്നപ്പോഴാണ് ട്രംപ് മറ്റൊരു സംഭവം എടുത്തിട്ടത്. അതായത് ഈ കീഴ്ക്കോടതിയിലെ ജഡ്ജിമാർക്ക് ഈ ഗവൺമെന്റിന്റെ ഉത്തരവ് തടയാനുള്ള പ്രസിഡന്റ് ഫെഡറൽ സർക്കാരിന്റെ ഇടപെടാൻ അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ സുപ്രീം കോടതിയിലോട്ട് പോയി. സുപ്രീം കോടതി അങ്ങനെ ട്രംപിന് അനുകൂലമായിട്ടൊരു ഉത്തരവ് വന്നു. അതിനെതിരെയാണ് ഈ അപ്പീൽ കോടതിയിലോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്തൊരു പൂർണ്ണമായിട്ട് ഇതിനകത്തൊരു വിധി വന്നിട്ടില്ല. പിന്നെ ട്രംപിന് വീണ്ടും ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരു അവസരമുണ്ട്. ഇതിന്റെ വിധി എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഉറപ്പായിട്ടും നിയമപോരാട്ടം ഉണ്ടാവും. അങ്ങനെ പ്രധാനമായിട്ട് ഈ അമെൻമെൻറ്റ് 14 ആണ് നമ്മളിപ്പോൾ ഈ ജന്മാവകാശ പൗരത്വം എന്നുള്ള ആ അമെൻമെൻറ്റ്, അത് പ്രകാരമാണ് US ജനിക്കുന്ന ഒരു കുട്ടിക്ക് പൗരത്വം കിട്ടുന്നത്. അപ്പോൾ അതിനെതിരെയായിരുന്നു ട്രംപിൻ്റെ നീക്കം. പക്ഷേ അത് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രധാന വാർത്തയാണ്. നമ്മൾ പിന്നെ രണ്ടാമതായിട്ട് പോകുന്നത് US നമ്മുടെ മലയാളികളെ അടക്കം ബാധിക്കുന്നൊരു വിഷയമാണ്. US ബീഫ് വില കൂടുകയാണ്. അപ്പം നമുക്കറിയാം മുട്ടയുടെ വില മുട്ടയുടെ വില. അതെ. ഇലക്ഷൻ സമയത്ത് US ഇലക്ഷൻ സമയത്ത് മുട്ട വിലയായിരുന്നു വലിയൊരു വാർത്തയായിരുന്നു. ബൈഡനെതിരെ ട്രംപ് ആയുധാക്കിയതും ഈ മുട്ടയുടെ വിലയായിരുന്നു. കേരളത്തിൽ നമ്മൾ വരെ അറിഞ്ഞു. അതായത് US ഒരു മുട്ട വില വർധന കേരളത്തിൽ വരെ അറിഞ്ഞു. അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാ ആഗോള തലത്തിലും അത് ശ്രദ്ധിക്കപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ തെറ്റായ നയങ്ങൾ കാരണമാണ് ഈ US കോഴിമുട്ടയുടെ വില കൂടാൻ കാരണമെന്നായിരുന്നു ട്രംപിൻ്റെ വാദം. അങ്ങനെ ഒരിടയ്ക്ക് അങ്ങനെ താൻ ഭരണത്തിലേറി മുട്ട വില കുറയ്ക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞു. അങ്ങനെ അവസാനം ഇടയ്ക്കൊരു പക്ഷിപ്പനി വന്നായിരുന്നു US. അതേ തുടർന്ന് മുട്ട വില ഇടിഞ്ഞു. ഇപ്പം നിലവിൽ വിലവർധന ഉണ്ടാക്കുന്ന ബീഫിന് എങ്ങനെയാണ് വിലയൊക്കെ? ഇപ്പം ബീഫിൻ്റെ വില നമ്മൾ നോക്കുവാണെങ്കിൽ, അതായത് നമ്മൾ ഒരു പൗണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ 450 ഗ്രാമാണ് ഒരു പൗണ്ട്. അപ്പോൾ ആ ഒരു പൗണ്ടിന് $9.26, ഏകദേശം 769.51 രൂപയാണ്. 450 ഗ്രാം അര കിലോ ബീഫിന് ഇത്രയും പൈസ അവിടെ കൊടുക്കണം. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വരുന്നുണ്ട് ഈ വാർത്ത. ഇത് ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തയാണ്. ഗൂഗിൾ ട്രെൻഡ്സിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉള്ള വാർത്തയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിലവിലിപ്പം ഇതിന് കാരണം, ബീഫ് വില കൂടാനുള്ള കാരണം പറയുന്നത് കന്നുകാലിയുടെ എണ്ണം, US കാറ്റിൽസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 2 വരൾച്ച കാരണം കന്നുകാലി തീറ്റയില്ല, ഉള്ള തീറ്റയ്ക്ക് നല്ല വിലയാണ്. അങ്ങനെ കർഷകർ ഈ കന്നുകാലി കൃഷി ഉപേക്ഷിക്കുന്നുണ്ട്. ഉള്ള കർഷകർക്ക് അവർ എണ്ണം കുറയ്ക്കുകയാണ്. അങ്ങനെ US കന്നുകാലികളുടെ എണ്ണം കുറയുകയാണ്. അതിനകത്തൊരു കണക്ക് പറയുന്നുണ്ട്. അതായത് അമേരിക്കയിലെ ഫാം ബ്യൂറോ ഫെഡറേഷൻ്റെ കണക്കുകൾ പ്രകാരം അമേരിക്കയിലെ കന്നുകാലിയുടെ എണ്ണം 74 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. വളരെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ റിപ്പോർട്ട്. അപ്പം അങ്ങനെ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മൾ സ്ഥിരമായിട്ട് അവിടുത്തെ അമേരിക്കയിലെ കാര്യം പറയുകയാണെങ്കിൽ കോഴിയിറച്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രിയ ഇറച്ചി എന്ന് പറയുന്നത് ബീഫാണ്. മൂന്നാമതാണ് പോർക്ക് വരുന്നത്. അപ്പം ഒരുപാട് മലയാളികൾക്കെല്ലാം താല്പര്യമുള്ള സാധനമാണ്. അപ്പോൾ അതിൽ മലയാളികൾക്കെല്ലാം ബാധിക്കുന്നൊരു വിഷയമാണ് ഈ ബീഫിലെ വർധനവ്. ഇനി അടുത്ത എന്താണ് വാർത്ത? മറ്റൊന്ന് വെച്ചാൽ പലിശനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഫെഡ് ചെയർമാനെ ട്രംപ് സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണ്. ഫെഡ് ചെയർമാൻ ജെറോം പവലിനെ ട്രംപ് നേരിട്ട് കാണുകയും ശാസിക്കുകയും സമ്മർദ്ദത്തിലാക്കിയും എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം ഇതൊരു പ്രധാനപ്പെട്ടൊരു വാർത്തയാവുന്നത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സെൻട്രൽ ബാങ്കിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ വരുന്നു എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം.
ഈ ട്രംപിൻ്റെ ഈ ഒരു അതായത് പലിശ നിരക്ക് കുറക്കുന്നൊക്കെ പറയുമ്പോഴും ഇത് സെപ്റ്റംബർ പലിശ നിരക്ക് കുറയാൻ സാധ്യതയുണ്ടെങ്കിലും പക്ഷേ കൂടുതൽ വരുമ്പോൾ അത് പണപ്പെരുപ്പം കൂടും എന്നാണ് പറയപ്പെടുന്നത്. അതെന്തായാലും ഗുണം ചെയ്യുന്നതല്ല എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. മറ്റൊന്ന് വെച്ചാൽ യുണൈറ്റഡ് എയർലൈൻസ് വിമാനങ്ങൾ 2 ദിവസം മുമ്പ് നിർത്തിവെക്കുകയും പിന്നെ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. അത് സെക്യൂരിറ്റി വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വിമാനം റദ്ദാക്കുന്നു, കുറച്ച് സർവീസ് റദ്ദാക്കുന്നു, പിന്നെ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യുന്നത് ഒരു വാർത്ത ആവണമെന്നില്ല സാധാരണ രീതിയിൽ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂ നല്ല രീതിയിൽ അവിടെ ചർച്ചയായി പോയിട്ടുണ്ട്. യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ചിക്കാഗോയിലെ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻറ്ററിലെ തീപിടുത്തം കാരണമാണ് രാജ്യവ്യാപകമായി വിമാനം 1 മണിക്കൂറോളം നിർത്തിവെച്ചു. വെറും 1 മണിക്കൂർ നിർത്തിവെച്ചിട്ടുള്ളൂ. പിന്നീട് വിമാനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇത് വിമാന ഗതാഗതത്തിൻ്റെ സുരക്ഷാ വീഴ്ചകൾ ഈ സംഭവം കാണിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള വിദഗ്ധരൊക്കെ പറയുന്നത്, ചർച്ചയാകുന്നുണ്ട്. വലിയ വിമാന കമ്പനികൾക്ക് ഒരു എമർജൻസി പ്ലാൻ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ FAA ഇനി എയർലൈൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാക്കും എന്നുള്ള ഒരു ചർച്ചകൾ പൊതുവെ വരുന്നുണ്ട്. അതുമാത്രമല്ല പിറ്റേ ദിവസം തന്നെ സൗത്ത് വെസ്റ്റ് എയർലൈൻസ് വിമാനം 1496 അടിയന്തരമായി താഴേക്ക് പറന്നെന്നൊരു വാർത്തയും ഇതിന് പിന്നാലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കാലിഫോർണിയയിലെ ഹോളിവുഡ് ബർബാങ്ക് എയർപോർട്ടിൽ നിന്ന് പറന്ന ഉടനെ വീണ്ടും ലാൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ അതിൽ NIH ഗ്രാൻഡ് വെട്ടിക്കുറക്കാൻ വേണ്ടി ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിക്കും എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ നമ്മൾ ടീച്ചർ ട്രെയിനിങ് വെട്ടിക്കുറച്ച ഒരു കേസ് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഇത് സുപ്രീം കോടതിയിൽ പറയുന്നത്. ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ അതായത് DEI എന്നിവയുമായി ബന്ധപ്പെട്ട NIH ഗവേഷണ ഗ്രാൻറ്റുകൾ വെട്ടിക്കുറക്കണമെന്നാണ് ട്രംപ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഫെഡറൽ ഗവേഷണത്തിന് മുൻഗണനകളെ മാറ്റുമെന്നുള്ളതാണ് ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്. അതായത് DEI നയങ്ങൾക്കെതിരായ നിയമ പോരാട്ടം ശക്തമാക്കും ഇങ്ങനൊരു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടെങ്കിൽ. അവർ ഏജൻസികൾ സാമ്പത്തിക കാര്യങ്ങൾ കോടതി അധികാരം എത്രത്തോളം ഉണ്ടെന്നുള്ളതും ഈ വിധിയോടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? വേറെ നമുക്ക് ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യമുണ്ട്. ട്രംപ് ഭരണത്തിലേറിയ ശേഷം യൂണിവേഴ്സിറ്റി വേഴ്സസ് ട്രംപ് എന്ന് പറഞ്ഞൊരു ഗ്രാൻഡ് വെട്ടിക്കുറച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹാർവാർഡ്, ഇപ്പോൾ കൊളംബിയ. അപ്പോൾ നമുക്കിപ്പം ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിക്കെതിരെ ട്രംപ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചായിരുന്നു. അപ്പോൾ അത് ഒത്തീർപ്പായി എന്നാണ്. അതായത് അതെങ്ങനെ ഒത്തീർപ്പായെന്ന് വെച്ചാൽ ട്രംപും യൂണിവേഴ്സിറ്റി അധികൃതരും തമ്മിൽ ചർച്ച നടന്നു. $200 ബില്യൺ യൂണിവേഴ്സിറ്റി സർക്കാരിന് നൽകും, ഫെഡറൽ സർക്കാർ നൽകും. അങ്ങനെ ഇത് ഈ ഗ്രാൻഡ് നമ്മൾ നിർത്തിവെച്ചിരുന്ന ഫണ്ടിങ്, ഫെഡറൽ ഫണ്ടിങ് പുനഃസ്ഥാപിക്കും. അങ്ങനെയാണ് ഒത്തുതീർപ്പ് വന്നിരിക്കുന്നത്. അത് $200 ബില്യൺ കൊളംബിയ യൂണിവേഴ്സിറ്റി ഫെഡറൽ US സർക്കാരിന് കൊടുക്കും. അപ്പോൾ അതോടൊപ്പം ഈ ഫെഡറൽ സർക്കാർ കൊളംബിയ യൂണിവേഴ്സിറ്റിക്കായി നിർത്തിവെച്ചിരുന്ന ഫണ്ടിങ്, ഏകദേശം ഫണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് $400 മില്യൺ ഫണ്ടിങ് ആയിരുന്നു മരവിപ്പിച്ച് പോയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ, അതിലിപ്പോൾ ഗ്രാൻഡ് കുറേ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അത് നിബന്ധനകളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ടാണ് നിർത്തിവെച്ചതെന്ന് നോക്കുകയാണെങ്കിൽ ഈ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്ത് ശരിയായി എന്നുള്ള ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു ഈ യൂണിവേഴ്സിറ്റികളെ ട്രംപ് ലക്ഷ്യം വെച്ചത്. യൂണിവേഴ്സിറ്റികളെ പ്രതിഷേധങ്ങളെ അതായത് പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്തതിൽ വീഴ്ച പറ്റിയത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് മാർച്ചിലാണ് ഈ ട്രംപ് ഈ $400 മില്യൺ ഫണ്ടിങ് മരവിപ്പിച്ചത്. അതങ്ങനെ വലിയൊരു ഫണ്ടിങ് നിർത്തും, അറിയാമല്ലോ, നമ്മുടെ യൂണിവേഴ്സിറ്റിയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ അവർ ട്രംപിന് വഴങ്ങി $200 മില്യൺ യൂണിവേഴ്സിറ്റി ഡൊണാൾഡ് ട്രംപ് സർക്കാരിന് കൊടുക്കും. അത് മാത്രമല്ല യൂണിവേഴ്സിറ്റികളിലും മറ്റേ വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ എടുക്കുന്നതിൽ എന്തോ ഒരു ശ്രദ്ധിക്കേണ്ട കുറച്ച് നിബന്ധനകളുണ്ട്. അതെ. ഇപ്പോൾ ക്യാമ്പസിലെ പ്രതിഷേധങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താൻ ധാരണയുണ്ട്. ഈ കരാറിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം പഠനമുറികളിൽ പ്രതിഷേധം നടത്താൻ പാടില്ല, മുഖം മൂടി ധരിച്ചുള്ള പ്രതിഷേധങ്ങളും അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഈ സർക്കാരും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള കരാറിനെ ട്രംപ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് വേഴ്സസ് കൊളംബിയ യൂണിവേഴ്സിറ്റി പോര് അല്ലെങ്കിൽ തർക്കം ഒത്തീർപ്പിലേക്കാവുന്നു. $400 മില്യൺ ഫണ്ടിങ് ഇനിയിപ്പം കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കും. അടുത്തതായിട്ട് നമുക്ക് US ഈ ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങളാണ്. കുടിയേറ്റ നിയമങ്ങൾ കർശനമായിട്ട് മുമ്പോട്ട് പോവാണ്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് തകൃതിയായിട്ട് നടക്കുകയാണ്. അങ്ങനെ അപ്പം നാടുകടത്തിലൊക്കെ തുടരുന്നുണ്ട്. അതോടൊപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ കുടിയേറ്റത്തിന് അതിർത്തി സുരക്ഷയ്ക്കുമായി കോൺഗ്രസ് $170 ബില്യൺ ആയിരുന്നു അനുവദിച്ചത്. അങ്ങനെ ഇത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനം, അത് ഈ കുടിയേറ്റം കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് ഈ ഇമിഗ്രേഷൻ, ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നൊരു ഏജൻസിയാണിത്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി, കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി
ഇത്തരം പണം കോൺഗ്രസ് അനുവദിച്ചിരുന്നു. അപ്പം അതിങ്ങനെ ശക്തമായി തന്നെ തുടരുകയാണ്. അപ്പം ട്രംപിൻ്റെ ഭരണം ഏതാണ്ട് 6 മാസം കഴിഞ്ഞു. ഈ തടങ്കലും നാടുകടത്തലും ഒക്കെ ശക്തമായി തുടരുകയാണ്. അപ്പം അതിനെതിരെ ഒരു ഭാഗത്ത് വിമർശനങ്ങളുണ്ട്, ശക്തമായ വിമർശനങ്ങളുണ്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഈ വ്യാപക റെയ്ഡും പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് ഈ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാത്തവരെ ഒരുപാട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അതെ. അപ്പോൾ അതിനെതിരെ നല്ല പ്രതിഷേധമുണ്ട്. ഗ്രീൻ കാർഡ് ഉടമകളെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ. അതായത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത് 83കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹം. ഏതാണ്ട് ആ ഒരു റേഞ്ച് പ്രായമുള്ള ഒരാളെ അദ്ദേഹത്തിൻ്റെ അഭയാർത്ഥിയായിരുന്നു. പണ്ട് അഭയാർത്ഥി ഇതിൽ അമേരിക്കൻ പൗരത്വമല്ല അമേരിക്കൻ സ്ഥിരതാമസം കിട്ടിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രീൻ കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇമിഗ്രേഷൻ ഓഫീസിൽ പരാതി അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് പുതിയത് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഭാര്യയ്ക്കൊപ്പം പോയതെന്നാണ് റിപ്പോർട്ട്. നമുക്കതിന് ഒരുപാട് ദുരൂഹതയും സംശയം ജനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണത്. അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് ഈ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് ഇദ്ദേഹത്തെ രഹസ്യമായിട്ട് നാട് കടത്തി എന്നാണ് റിപ്പോർട്ട്. ഗുവാട്ടിമാലയിലേക്ക് നാട് കടത്തി എന്നാണ് പറയുന്നത്. 3 രാജ്യങ്ങളിലേക്ക് നാട് കടത്താനുള്ള ഒരു അതെ. മാതൃരാജ്യമല്ലാത്ത, അതായത് നാട് കടത്തുന്നത് മാതൃരാജ്യമല്ലാത്ത മറ്റു രാജ്യത്തേക്ക് കടത്താനായിട്ട് ഇവർക്കൊരു അനുമതി കൊടുത്തേക്കുവാണ്. അപ്പോൾ ഈ നാടുകടത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇവരുടെ ട്രംപിൻ്റെ നയം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഈ US സർക്കാരിൻ്റെ ട്രംപ് ഭരണകൂടത്തിൻ്റെ നയം എന്ന് പറഞ്ഞിരിക്കുന്നത് അനധികൃതമായിട്ട് താമസിക്കുന്നവരെ മൊത്തം പിടിക്കും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിടിച്ച് ഉറപ്പായിട്ടും അവർ നാട് കടത്തുന്നതാണ്. അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തടങ്കലിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ട്രംപ് വാണിംഗ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതായത് അനധികൃതമായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ടു പോവുക, പിന്നെ നിയമപരമായിട്ട് നിങ്ങൾക്ക് രാജ്യത്തേക്ക് കടന്നു വരാം. അതല്ല, ഉദ്യോഗസ്ഥരെ പിടിച്ച് തടങ്കലിലാക്കി നാട് കടത്തുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും US അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇവരുടെ നയം ഇതാണ്. അതായത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ശിക്ഷിക്കാനല്ല, തടങ്കലിലാക്കി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കാനാണ് തീരുമാനം എന്നാണ് നമുക്ക് ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ആക്ടിംഗ് ഡയറക്ടറായിട്ടുള്ള ടോൾ ലിയോൺസ് പറയുന്നത്. അല്ല, ഇതിൽ മറ്റൊരു കാര്യം, സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കണം എന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. 3-ാം രാജ്യത്തിലേക്കാണ് തിരിച്ചയക്കുന്നതെങ്കിൽ കുടുങ്ങിപ്പോകും. അതെന്ന് വെച്ചാൽ നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത രാജ്യത്തേക്കായിരിക്കും കയറ്റിവിടുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം, ഈ ഗുവാട്ടിമലയ്ക്ക് വിട്ടത് അദ്ദേഹത്തിന് ഗുവാട്ടിമലയായിട്ടൊരു കണക്ഷനും ഇല്ല. അങ്ങനെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനിയിപ്പം ഈ തടങ്കൽ കേന്ദ്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. അതായത് ആദ്യത്തെ കസ്റ്റഡി എടുക്കുന്നു, ഡീറ്റെയിൻ ചെയ്യുന്നു, പിന്നെ തടങ്കൽ കേന്ദ്രത്തിൽ മാറ്റുവാണ്. അപ്പോൾ ഈ തടങ്കൽ കേന്ദ്രത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ടെക്സസിൽ ഒരു വലിയൊരു തടങ്കൽ കേന്ദ്രം പണിയാനായിട്ട് ട്രംപ് കരാർ കൊടുത്തിട്ടുണ്ട്. ഈ ഫെഡറൽ സർക്കാർ ഒരു കരാർ കൊടുത്തിട്ടുണ്ട്. അത് US തന്നെ ഏറ്റവും വലിയ തടങ്കൽ കേന്ദ്രമാണ്. ഏകദേശം 5000 പേരെ ഒരേ സമയം പാർപ്പിക്കാൻ ശേഷിയുള്ള ഒരു തടങ്കൽ കേന്ദ്രമാണ് നിർമ്മിക്കുക. അതിനുള്ള കരാറാണ് പ്രതിരോധ വകുപ്പ് കൊടുത്തേക്കുന്നത്. അതിന് ഏതാണ്ട് $1.2 ബില്യൺ കരാറാണിത്. 2027 ഈ പണി തീർക്കാനാണ് കരാർ പ്രകാരം വ്യവസ്ഥ ചെയ്തേക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ അതാണ് ഒരു അപ്ഡേറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്. 2027 ആകുമ്പോൾ കുറച്ച് കൂടുതൽ കുടിയേറ്റക്കാർ സൂചിപ്പിക്കുന്നത് ഈ നടപടിയുമായിട്ട് ട്രംപ് മുന്നോട്ട് തന്നെയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. US തന്നെ ഏറ്റവും വലിയ തടങ്കൽ കേന്ദ്രമാണ് ടെക്സസിൽ നിർമ്മിക്കാൻ കരാർ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്നതിനേക്കാൾ നല്ല റെയ്ഡുകൾ 2026-27 വർഷങ്ങളിൽ നടക്കും. അതെ. ഇനിയിപ്പം ഇതോടൊപ്പം ഒരു വാർത്തയും കൂടെ ഉണ്ട്. ഇപ്പം തെക്കൻ ഫ്ലോറിഡയിൽ ഒരു വിവാദമായൊരു കുടിയേറ്റ തടങ്കൽ കേന്ദ്രമുണ്ട്. അതിൻ്റെ നിക്നെയിമായിട്ട് നമ്മൾ പറയുന്ന അലിഗേറ്റർ അൽക്കാട്രാസ് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ പേര്. അതെ. അലിഗേറ്റർ അൽക്കാട്രാസ് എന്ന അതിൻ്റെ പേര്. അവിടുന്ന് നാടുകടത്തൽ തുടങ്ങിയിട്ടുണ്ട്. അത് തടങ്കൽ കേന്ദ്രമാണ്. അവിടെ ഒരുപാട് പേരുണ്ട്. അവിടുന്ന് ഇപ്പോൾ അവിടുത്തെ ശേഷി പൂർണ്ണമായ ശേഷം അവിടുത്തെ നാടുകടത്തൽ തുടങ്ങുകയാണ്. അവിടുന്ന് ഇപ്പോൾ ഏതാണ്ട് 4 വിമാനങ്ങളാണെന്ന് തോന്നുന്നു. ഏകദേശം 4 വിമാനങ്ങൾ അവിടുത്തെ തടവിലുള്ളവരുമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ജൂലൈ മാസം ആദ്യമാണ് ഈ ഫ്ലോറിഡയിൽ ഈ അലിഗേറ്റർ അൽക്കാട്രാസ് എന്ന പേരിലൊരു ടെൻറ്റ് തടങ്കൽ കേന്ദ്രം തുറന്നത്. എവർഗ്ലേഡ്സിലെ ചീങ്കടികൾ നിറഞ്ഞ ചതുപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതാണ്. അങ്ങനെ അത് വിവാദമാകുന്നത്. ഇതിൻ്റെ ഈ പരിസ്ഥിതിയും കാര്യങ്ങളൊക്കെയാണ് വിവാദമാകുന്നത്. ഏകദേശം 3000 പേര് ഇവിടെ പാർപ്പിക്കാൻ കഴിയും. ഇത് 5000-ലേക്ക് ഉയർത്താനാണ് ഇവരുടെ ലക്ഷ്യം ഉള്ളത്. അപ്പം ഇതിനകത്തുനിന്ന് വ്യക്തമാവുന്ന ട്രംപ് ഇതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്, പിന്നോട്ടില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടുതൽ ശക്തമായ റെയ്ഡുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടെക്സസിലെ ഒരു കാര്യം എന്ന് പറയാം. ടെക്സസിലെ ഒരു വാർത്ത നമ്മുടെ ഗ്ലോബൽ സമയത്ത് തന്നെ ഉണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം. ടെക്സസിലെ ഒരു അവസ്ഥ ഇങ്ങനെയായിരുന്നു. അതായത് അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണെന്നാണ് അവർ പറയുന്നത്. റിപ്പോർട്ടുകളാണ് മറ്റു നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഗ്രീൻ കാർഡ് ഉള്ള ആൾക്കാരെ പോലും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ, ഗ്രീൻ കാർഡ് റദ്ദാക്കുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ ഉണ്ട്. ഈ ഗ്രീൻ കാർഡ് ഉള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പക്ഷേ ഇതാണ്, അവർ
US-നെതിരെ തിരിയുന്ന സാഹചര്യം, US-നെതിരെ നിൽക്കുന്നവരുടെ കൂടെ സപ്പോർട്ട് അത് ചെയ്യുമ്പോഴത്തേക്കും മാത്രമല്ല അതിൽ കുറച്ച് നിയമങ്ങളുണ്ട്. ഏറെ കൂടെ തെറ്റിച്ചാൽ സാധാരണ ഇതിൽ നമ്മൾ പോട്ടയെന്ന് വെക്കുന്ന സാധനങ്ങൾ പോലെ ഇപ്പം കുറച്ചും കൂടെ കർശനമായിട്ടുള്ളത്. അത് നമ്മളിപ്പം ഗ്ലോബൽ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ കാർഡ് റദ്ദാക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഒരു 4-5 പോയിന്റൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം US-നെതിരെ തിരിയുന്ന ആരാണോ അവരെ നാട് കടത്താനാണ് പ്ലാൻ. അവർ ഗ്രീൻ കാർഡ് ഉള്ളവരല്ലേ സ്ഥിരം താമസക്കാരാണെന്നൊന്നും അവർ നോക്കുന്നില്ല, US ഭരണകൂടം നോക്കുന്നില്ല, ഉടനെ തന്നെ നാട് കടത്താനാണ് തീരുമാനം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം അവസാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ US-ലെ കാലാവസ്ഥയും കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അമേരിക്കയിലെ സമ്മറാണ്, അതെ, ഉഷ്ണതരംഗം കൂടുകയാണ്. ഇപ്പം നാഷണൽ വെതർ സർവീസിൻ്റെ കണക്കനുസരിച്ച് 13 കോടിയിലധികം അമേരിക്കക്കാർക്ക് നിലവിൽ അതിതീവ്ര ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 11 സംസ്ഥാനങ്ങളിലാണ് മുന്നറിയിപ്പ്. ആ സംസ്ഥാനങ്ങളുടെ പേര് കൂടി നമുക്കൊന്ന് വായിച്ചേക്കാം. മിഷിഗൺ, വിസ്കോൺസിൻ, ഇലിനോയ്സ്, ഇൻഡ്യാന, മിസോറി, കെൻറ്റക്കി, ടെന്നസി, അർക്കൻസസ്, മിസിസിപ്പി, ലൂസിയാന, അലബാമ. അപ്പോൾ ഇവിടേക്കാണ് മുന്നറിയിപ്പുള്ളത്. അപ്പോൾ നമ്മുടെ മലയാളികളടക്കം ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഏകദേശം താപനില 100 ഡിഗ്രി ഫാരൻഹീറ്റിനും 105 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിൽ എത്താൻ സാധ്യതയുള്ളതാണ് മുന്നറിയിപ്പ്. അപ്പം നമ്മുടെ മലയാളികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ മുന്നറിയിപ്പ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ അമേരിക്കൻ ടോക്സുമായിട്ട്, US ടോക്സുമായിട്ട് നമുക്ക് കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.